നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. എടുത്തേക്ക് എന്താ മനസ്സിലാവാത്തെ? നീ എന്തിനാ ഇത്ര പെട്ടെന്ന് ഈ വിവാഹത്തിന് സമ്മതിച്ചത്? നിനക്ക് എന്താ പറ്റിയേ? എനിക്ക് എന്ത് പറ്റാൻ? എനിക്ക് വിവാഹപ്രായമായിന്നും നല്ലൊരു ആലോചന വന്നിട്ടുണ്ടെന്നും ഉടനെ വിവാഹം നടത്തണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ അതിന് തയ്യാറായി. അത്രേ ഉള്ളൂ. ഏട്ടത്തിക്ക് മനസ്സിലാവാത്തൊന്നും ഇതിലില്ല. ഇനിയും അച്ഛനും ഏട്ടന്മാരും ഒക്കെ പറയുന്നതിനെതിരെ നിൽക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ഞാൻ അതങ്ങ് സമ്മതിച്ചു. അപ്പോ ധനുഷ്, അവനെ നീ ഇത്ര വേഗം മറന്നോ? ഇന്നലെ വരെ അവനെ മാത്രമേ വിവാഹം കഴിക്കൂന്ന് പറഞ്ഞ നീ അതൊക്കെ ഇത്ര വേഗം മറന്നോ? ധനുഷ്, ഞാൻ ഇനി അവനെ നോക്കിയിരുന്ന് വിഡ്ഢിയാവണോ ഏട്ടത്തി? എന്തുറപ്പുമേല ഞാൻ ഇനി അവനെ കാത്തിരിക്കേണ്ടേ? എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടവും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിച്ചെല്ലാന്ന് പറഞ്ഞ നിമിഷം തന്നെ അവൻ എന്നെ കൊണ്ടുപോയേനെ. അങ്ങനെയുള്ള ഒരുത്തൻ ഞാൻ ഇനിയും കാത്തിരിക്കണോ? അപ്പോ പൂർണ്ണമായും നീ ധനുഷിനെ മറന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? മറന്നല്ലേ പറ്റൂ. സന്ദീപേട്ടനൊക്കെ പറഞ്ഞത് ശരിയാ. മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ പഴയതെല്ലാം നമ്മൾ മറന്നു തുടങ്ങും. ദേ, ഇപ്പൊ ഏട്ടത്തി വന്ന് ധനുഷിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ അവനെ ഓർക്കുന്നത് തന്നെ. ധനുഷിനെക്കാളും എന്നെ സ്നേഹിക്കാനും എന്റെ കാര്യങ്ങൾ നോക്കാനും ദേ ഇപ്പൊ വന്നുപോയ ആൾക്ക് പറ്റും. ഞാൻ ഈ തീരുമാനം നേരത്തെ എടുക്കേണ്ടതായിരുന്നു. ചില നല്ല ബുദ്ധികൾ താമസിച്ചല്ലേ ഉദിക്കാറുള്ളൂ. അല്ല, എന്നിട്ട് നീ ഈ കാര്യം ധനുഷിനോട് പറഞ്ഞോ? എന്തിന്? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് കഴിവില്ലാത്തത് കൊണ്ട് ഞാൻ മറ്റൊരാളുടെ കൂടെ പോകുന്നു, അത്രേ ഉള്ളൂ. അത് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത എനിക്കില്ല. ഞാൻ അങ്ങനെ ചെയ്യേയില്ല. എന്റെ ഒരു കാര്യം ഇനി അവൻ അറിയണ്ട. അവന്റെ കാര്യങ്ങൾ എനിക്കും. എന്റെ ഈ സ്വഭാവമാറ്റം കണ്ട് ഏട്ടത്തെ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട. ഞാൻ നല്ലോണം ആലോചിച്ച് തീരുമാനം എടുത്തതാ. ശരി ശരി, നീ വേഷമൊക്കെ മാറ്, ഞാൻ പിന്നെ വരാം. സന്ധ്യ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എനിക്കിവിടേക്ക് വരാൻ ഒരു മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഏത് സമയത്തും സന്ധ്യയ്ക്ക് ഇവിടെ വരാമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.